എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ജ്യോതിഷ പ്രവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച 1201 ആണ്ട് 13-ാം തീയതി, ചിങ്ങമാസം 13-ാം തീയതി. എല്ലാവർക്കും ഇനി ഓണത്തിരക്കൊക്കെയാണ്. അതിനിടയിൽ നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒരു നല്ല ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ വെള്ളിയാഴ്ച ദിവസം, വെള്ളി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ, ശുക്രന് ഒരുപാട് കഥകളും ഒക്കെ ഉള്ള ഒരു ആളാണ്. ശുക്രൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ശുക്രാചാര്യരാണ് ശുക്രൻ. അതായത് അസുരഗുരു ശുക്രാചാര്യർ, ദേവഗുരു ബൃഹസ്പതി, വ്യാഴം. അപ്പോൾ ശുക്രാചാര്യരുടെ ഗുണമേന്മകളെല്ലാം എന്താണ്? സകല കലാവല്ലഭനാണ്. എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. പ്രേമാദി കാര്യങ്ങളിൽ അഗ്രഗണ്യനാണ്. അങ്ങനെ വിവാഹത്തിൻ്റെയും അതേപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളുടെ, വാസസ്ഥലത്തിൻ്റെ, വാഹനങ്ങളുടെ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പം ഞാൻ ഹോരയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഉദയം തുടങ്ങുന്നത് ആ ദിവസത്തെ നാഥൻ്റെ ഹോരയിലാണ്. ഇന്ന് ശുക്രഹോരയിലാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള കാര്യങ്ങളും വളരെ ധൈര്യത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ദിവസമാണ് ശുക്രഹോര. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ രാശിവിശേഷത്തിലോട്ട് കടക്കാം. ഇന്നത്തെ രാശിവിശേഷത്തിൽ ആദ്യം നമുക്ക് പതിവ് പോലെ മേടക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രതീക്ഷ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമാണെന്ന്. തിരക്കേറിയ ദിവസമാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ ചിലത് അനുഭവിക്കേണ്ടതായി വരാം. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. മലകയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സാഹസിക പ്രവർത്തികളൊക്കെ ഇന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് നല്ലൊരു ദിവസമാണ്. തിരക്കുള്ള ദിവസമാണ്. ഇന്ന് വളരെ ആദായമുള്ളൊരു ദിവസമായിരിക്കും. വരുമാനം പ്രതീക്ഷിക്കാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർക്കും പഴയ വാഹനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്നു. അതുപോലെ വീട് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. എല്ലാ വിഭാഗക്കാർക്കും പൊതുവായ ഫലം ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗക്കാർക്കും ബുദ്ധിമുട്ടുള്ളതായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വൈദ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. ചികിത്സയ്ക്ക് പറ്റിയ ഒരു ദിവസമല്ല ഇന്ന് ഇടവക്കൂറുകാർക്ക്. അതേപോലെ രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രതികൂലമായൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്കും വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഒരു ദിവസമാണ്. അതേപോലെ ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. ഇതെല്ലാം ഒഴിച്ചാൽ സാമ്പത്തികമായിട്ട് സാമാന്യം തരക്കേടില്ലാത്തൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവായി ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അയവ് വരുന്ന ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള ഫലം ലഭിക്കുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്ക്, നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക്, നിയമ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അത്ര
അനുകൂലമായൊരു ദിവസമല്ല. സന്താനങ്ങളെ കൊണ്ടും ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാനിടയുണ്ട്. എന്നാൽ വിവാഹാധികാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കമിതാക്കൾക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദംകാല്, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുന്നത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ പരിഹരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. എന്നാൽ സ്പോർട്സിൽ അല്ലെങ്കിൽ കായിക രംഗത്ത് ഇടപെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ചില പ്രണയ നൈരാശ്യങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇടച്ചിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ചില പ്രശ്നങ്ങൾ ഉദിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ വക കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക. കൂടാതെ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്ന സ്വഭാവമുള്ളവർക്ക് ഇന്ന് തിരിച്ചടി കിട്ടുന്ന ദിവസമാണ്. നമ്മൾ നമ്മുടെ ആത്മനിയന്ത്രണത്തിലൂടെ മുൻപോട്ട് പോവുക. മദ്യപാനം അങ്ങനെയുള്ള ആസക്തികളുള്ളവർക്ക് വളരെയധികം മോശമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവം തീർച്ചയായും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മനപ്രയാസമുള്ളവർ തീർച്ചയായും മറ്റുപാധികൾ തേടുക, വൈദ്യസഹായങ്ങളൊക്കെ തേടുക. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വച്ച് പുലർത്താതിരിക്കുന്നത് നല്ലതായിരിക്കും. ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ അനുഭവങ്ങൾ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വൃഥാ മനക്ലേശം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കാര്യമില്ല, വൈകുന്നേരമാകുമ്പോൾ അതൊക്കെ ശാന്തമാകുന്നതാണ്. ചെറിയ ചെറിയ നഷ്ടങ്ങൾ വന്ന് സംഭവിക്കുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു ലാഭം വൈകുന്നേരം പ്രതീക്ഷിക്കാം. ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അത്യധ്വാനമുള്ള ഒരു ദിവസമാണെങ്കിലും സമാധാനമുണ്ടാകുന്നൊരു ദിവസമാണ്. സാമ്പത്തികമായി താരതമ്യേന വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. രോഗാതി ദുരിതങ്ങൾ അലട്ടുന്നവർക്ക് അധികരിക്കാനും അതുകൊണ്ട് അതുമൂലം പണച്ചെലവുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക്, അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കയ്യിലെടുക്കുന്നവർക്ക്, ഷെയർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിച്ചതിലേറെ ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില സ്വഭാവ വൈചിത്ര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മളുടെ വ്യക്തിപരമായ ചില ബലഹീനതകൾ കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കടിക്കാതെ ഇരിക്കാനും ആരോടും കലഹത്തിന് ഒരുമ്പെടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. മദ്യപാന ശീലമുള്ളവർക്ക് വളരെ ആപത്തുകൾ വരുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വളർത്തുന്നത് നല്ലതല്ല. കുടുംബത്തിനും തങ്ങൾക്കും വളരെ ആപത്തുണ്ടാക്കുന്ന ആ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. എന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായി കാണുന്നു. തിരക്കേറിയ ദിവസമാണെങ്കിലും ചില അനുമോദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി തുലാരാശിക്കാരെ നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായും ഉയർച്ച കാണുന്നു. ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതോർത്ത് അഭിമാനം കൊള്ളാവുന്നൊരു ദിവസമായിരിക്കുമെന്ന്. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ഇരിക്കുന്നവർക്ക് അറ്റകുറ്റപ്പണികളൊക്കെ തീർന്ന് സമാധാനം കൈവരുന്ന ഒരു ദിവസമായിരിക്കും. വാഹനാദികൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബിസിനസ് നടത്തുന്നവർക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ചില
മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കിയാൽ ഇന്നത്തെ ദിവസം വളരെ ശാന്തമായിരിക്കും. ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ആഹാരത്തിൽ നിന്ന് ചില വിഷാംശങ്ങളുള്ളിൽ പോകാനും ദിവസം ഒരു സന്തോഷമില്ലാത്തതായി തീരാനുമൊക്കെ ഉദരരോഗത്തിനുമൊക്കെ സാധ്യത കാണുന്നു. അത് ശ്രദ്ധിക്കുക. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്നെങ്കിലും ദോഷാധിക്യം കാണുന്നു. കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നഷ്ടം വരാനുള്ള ദിവസമാണ്. ഗൃഹോപകരണങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അനുഭവം നേരെ തിരിച്ചാകുന്നു. എല്ലാത്തിനും ഒരു സമാധാനവും ശാന്തതയും വന്നു ചേരുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഒരേ അനുഭവമായിരിക്കും. എന്നാൽ വൈദ്യ മേഖലയിൽ, മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചില പരാതികൾ, ആരോപണങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. എല്ലാവർക്കും ചില അസുഖലക്ഷണങ്ങൾ ഇന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാം അനുകൂലമായി വരും. അടുത്തായി ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ ഉണ്ടാകാം. എന്നാൽ ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം അതിനൊക്കെ പരിഹാരം കാണുന്നതാണ്. ഒരുപാട് ആരാധകരൊക്കെ ഉള്ളവർക്ക് അവരുടെയൊക്കെ സാമീപ്യം അനുഭവിക്കാൻ ഇടയാകും. അതേപോലെ വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥന വളരെയധികം വേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെയാണെങ്കിൽ സന്താനങ്ങളെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠകളും അതേപോലെ സാമ്പത്തികമായിട്ട് ഉള്ള ധനനഷ്ടങ്ങളുമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചിട്ടയോടുകൂടി മുൻപോട്ട് പോയാൽ ഇന്നൊരു നല്ല ദിവസമായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പത്രമാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ എഴുത്ത് വേലകളിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ രോഗാദി ദുരിതങ്ങൾ അലട്ടുന്നതായി കാണുന്നു. ചില പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ തേടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ചികിത്സാ സമ്പ്രദായം ആരംഭിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലതല്ല. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമാണ്. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളും അനിഷ്ടതകളും ഒക്കെ ഒന്ന് മാറി ശാന്തത കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിലുമേറെ ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകമായി ലാഭം ലഭിക്കുന്ന ദിവസമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി സെലക്ഷൻ കിട്ടാനും ഒക്കെ വലിയ മത്സരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി കലഹമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ തന്നെയാണ് സഹോദര തുല്യരായ ആളുകളുമായിട്ടും കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. കലഹം ഒരിക്കലും ഒന്നിനും നല്ലതല്ല.
കലഹം മൂലം നമ്മുടെ മനസ്സും അവരുടെ മനസ്സും കലുഷിതമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഇന്ന് ചില പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒന്നും ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ രാഷ്ട്രീയക്കാർക്കും ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. കലാകാരന്മാർക്കും സിനിമ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്തിനും തുടക്കം കുറിക്കാൻ നല്ലൊരു ദിവസമാണ് ഇന്ന്. ഗ്രഹനിർമ്മാണത്തിനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ ഒക്കെ തീരുമാനങ്ങളെടുക്കാൻ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ പൊതുഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കുമെങ്കിലും ദിവസത്തിൻ്റെ അവസാനം വളരെ ശാന്തമായും സമാധാനമായും വളരെ അംഗീകാരം കിട്ടുന്നതുമൊക്കെയായ ഒരു ദിവസമായിട്ട് അനുഭവപ്പെടുന്നു. ഈ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ പുതിയ ഭവനം വാങ്ങുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യത്തിൽ ചില അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം. സ്ഥിരമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതിനുള്ള പഥ്യങ്ങൾ ലംഘിക്കാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ സമാധാനമുള്ളതായിട്ട് കാണുന്നു. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വര പ്രാർത്ഥന കൊണ്ട് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും പരിഹരിക്കാനാകും. രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന പുണ്യഭൂമിയായ പറശ്ശിനിക്കടവിലേക്കാണ്. വളപട്ടണം പുഴയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രം വെറും ഒരു ആരാധനാലയം എന്നതിലുപരി മാനുഷിക മൂല്യങ്ങളുടെയും സഹവർത്തിത്വത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ്. മത്സ്യമാംസാദികളും കള്ളും നിവേദ്യമായി നൽകുന്ന തെയ്യക്കോലങ്ങൾ, വഴിപാടായി അന്നദാനം, മുത്തപ്പന്റെ സന്തത സഹചാരികളായ നായകൾ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ആചാരങ്ങളും ചരിത്രവും നമുക്ക് അടുത്തറിയാം തീർത്ഥാടനത്തിലൂടെ. നിഗൂഢതകളും ഐതിഹ്യങ്ങളും ഇഴചേർന്ന ഒരു പുണ്യസങ്കേതമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഉത്തര കേരളത്തിന്റെ ഹൃദയത്തിൽ വളപട്ടണം പുഴയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല, മറിച്ച് അത് മാനുഷിക മൂല്യങ്ങളുടെയും സാമൂഹിക സമത്വത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും ആശ്രയവും ആശ്വാസവും തേടിയെത്താൻ കഴിയുന്ന അപൂർവ സന്നിധി. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനെയും മുത്തപ്പൻ അതിഥിയായി സ്വീകരിക്കുന്നു. അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാഹ്മണ ആചാരങ്ങൾക്കപ്പുറം തെയ്യത്തെയും അനുഷ്ഠാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ദ്രാവിഡ പൂജാവിധികളാണ് ഇവിടെ വേരൂന്നിയിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിനൊരു പ്രത്യേക ആത്മീയ ശക്തിയും പ്രാദേശിക സംസ്കാരവുമായി ആഴത്തിലുള്ള ബന്ധവും നൽകുന്നു. കുന്നത്തൂർ പാടിയെന്ന് മുത്തപ്പൻ ഒരു അമ്പ് ചെയ്തു എന്നാണ് ഇത്. ആ അമ്പ് ഇന്നും നമ്മുടെ ശ്രീകോവിലില്ലേ, ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു കാഞ്ഞിരത്തിന് ഇന്നും അവിടെ തറച്ച് നിൽക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. നിത്യോത്സവത്തിന് വേണ്ടിയിട്ടാണ് മുത്തപ്പൻ ഇവിടെ വന്നത്. ഇവിടെ നിത്യോത്സവമാണ്. മാസത്തിലൊരു ദിവസം ശങ്കരമായെന്ന് രാവിലെ മാത്രം തിരുവപ്പന ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ 12 ദിവസം, അത് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ്, അങ്ങനെ ഉണ്ടാവില്ല. ചടങ്ങ് വൈകുന്നേരം 4 മണിക്ക് മലയിറക്കുക. അത് മുത്തപ്പനെ മലയിറക്കി കൊണ്ടുവരുമെന്ന് പറയുക. കുന്നത്ത് മലയിറക്കി സന്ധ്യക്ക് വെള്ളാട്ടം, രാത്രി 10-11 മണിയാകുമ്പോൾ അന്തിവേല, അത് കഴിഞ്ഞ് കുറച്ച് കാലത്ത് 5:30 തിരുവപ്പന തുടങ്ങും. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവ വിഷ്ണു സങ്കല്പത്തിലുള്ള മുത്തപ്പനാണ്. തിരുവപ്പന, വെള്ളാട്ടം എന്നീ 2 തെയ്യക്കോലങ്ങളിലൂടെയാണ് ഈ ദൈവിക ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കല കിരീടം വെച്ച ശിവന്റെ ഭാവമാണ് തിരുവപ്പന.
മത്സ്യരൂപമുള്ള കിരീടം വെച്ച വിഷ്ണുവിന്റെ ഭാവം വെള്ളാട്ടവും. ഈ തെയ്യങ്ങൾ ദിവസവും മുടങ്ങാതെ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നതും അപൂർവ കാഴ്ചയാണ്. ഇത് ഭക്തർക്ക് മുത്തപ്പന്റെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിക്കാൻ അവസരം നൽകുന്നു. ഭക്തർക്ക് തങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും നേരിട്ട് തെയ്യക്കോലത്തോട് സംസാരിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഇതും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഭക്തജനങ്ങൾക്ക് നേരിട്ട് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തെ കണ്ട് മുത്തപ്പനെ കണ്ട് നേരിട്ട് സംസാരിച്ച് നേരിട്ട് മുത്തപ്പനോട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്കുള്ള സങ്കടമായാലും സന്തോഷമായാലും എന്തായാലും മുത്തപ്പനോട് നേരിട്ട് പങ്കുവെക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ അവർക്ക് തിരിച്ചും മുത്തപ്പൻ കൊടുക്കും. മുത്തപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് കൂടുതൽ ആഴം നൽകുന്നു. മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയുടെ ഭാര്യയായ പാടിക്കുറ്റിക്ക് മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ കിട്ടി. എന്നാൽ ഇല്ലത്തെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായി മുത്തപ്പൻ താഴ്ന്ന ജാതിക്കാരോടൊത്ത് ഇടപഴകുകയും നായാട്ട് നടത്തുകയും മത്സ്യമാംസാദികൾ കഴിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചു. ഒടുവിൽ തന്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി മുത്തപ്പൻ വീട് വിട്ടിറങ്ങി. യാത്രക്കിടയിൽ കുന്നത്തൂർ പാടിയിൽ വെച്ച് കള്ള കട്ട് കുടിച്ചുകൊണ്ട് പോവുകയായിരുന്ന മുത്തപ്പനെ കണ്ട ഒരു ചെത്തുകാരൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്തു. അയാളുടെ ഭാര്യ മുത്തപ്പനോട് യാചിക്കുകയും മുത്തപ്പ എന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് വരികയും അവിടെയുള്ള ഒരു പറച്ചിങ്ങ എന്ന ചെടിക്കടുത്ത് തങ്ങുകയും ചെയ്തു. ആ പ്രദേശമാണ് ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമായി അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ നായകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഭൈരവമൂർത്തിയായ മുത്തപ്പന്റെ വാഹനമാണ് നായ എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ധാരാളം നായകൾ സ്വതന്ത്രമായി വിഹരിക്കുന്നു. കരിച്ച ഉണക്കമീനും കള്ളുമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ. ഇത് ദ്രാവിഡ പൂജാവിധിയിലെ പ്രധാന ഭാഗമാണ്. കൂടാതെ ചായയും പുഴുങ്ങിയ പയറും തേങ്ങാക്കൊത്തും അടങ്ങിയ ലളിതമായ പ്രസാദം ദിവസവും ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നടത്തുന്ന ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ്. പ്രസാദം തന്നെ ഇവിടെ രാവിലെ തന്നെ ഈ പയർ നിവേദ്യം മുത്തപ്പന് വേണ്ടുന്നത് പയറാണ്. അതന്നെ ഭക്തജനങ്ങൾക്കും നിവേദ്യമായിട്ട് നൽകി വരുന്നത്. ഉച്ചക്കും രാത്രിയും ഭക്ഷണം, രാത്രി ഇവിടെ താമസിക്കുന്നവർക്ക് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതെല്ലാം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. മുത്തപ്പന്റെ മടപ്പുര, അതിനോട് ചേർന്നുള്ള കഴകപ്പുര, വയനാട്ട് കുലവന്റെ പള്ളിയറ, മറ്റ് ഉപദേവതകളായ തൊണ്ടച്ചൻ, വിഷ്ണുമൂർത്തി, ചോന്നമ്മ, പുലിയൂർ കണ്ണൻ, പൊട്ടൻ ദൈവം എന്നിവരുടെ സങ്കല്പസ്ഥാനങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പ്രധാന ആരാധനാലയങ്ങളാണ്. ക്ഷേത്രത്തിന്റെ ചുമതലക്കാരനായ മടയൻ എന്നറിയപ്പെടുന്ന പുരോഹിതനും മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് ഈ ക്ഷേത്രത്തിന്റെ തനതായ പാരമ്പര്യത്തെയും പ്രാദേശിക സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 26 കിലോമീറ്ററും. റോഡ് മാർഗം ഇരു സ്ഥലങ്ങളിൽ നിന്നും എളുപ്പം എത്താൻ കഴിയും. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുകയും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ക്ഷേത്രം വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ആത്മീയ ഔന്നത്യത്തിന്റെയും തിളക്കമുള്ള ഉദാഹരണമാണ്. ഉത്തര കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ ആശ്രയം തേടിയെത്താം. മനുഷ്യരെ ഒരുപോലെ കാണുന്ന മുത്തപ്പന്റെ വിശാലമായ ദർശനത്തിന്റെ പ്രതീകമാണ് ഈ പുണ്യസങ്കേതം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ സാത്വികമായ ബ്രാഹ്മണ പൂജാവിധികളല്ല ഇവിടെയുള്ളത്. പകരം പ്രാദേശികവും ദ്രാവിഡവുമായ തെയ്യം അനുഷ്ഠാനങ്ങളാണ് ആരാധനയുടെ നെടുന്തൂൺ. ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന മുത്തപ്പൻ 2 പ്രധാന തെയ്യങ്ങളിലൂടെ ഭക്തർക്ക് ദർശനം നൽകുന്നു. ചന്ദ്രകല കിരീടം ധരിച്ച ശിവന്റെ ഭാവത്തിലുള്ള തിരുവപ്പന, മത്സ്യരൂപമുള്ള കിരീടം ധരിച്ച മഹാവിഷ്ണുവിന്റെ ഭാവത്തിലുള്ള വെള്ളാട്ടം. എല്ലാ ദിവസവും മുടങ്ങാതെ ക്ഷേത്രത്തിൽ ഈ വേഷങ്ങൾ കെട്ടിയാടുന്നു. പുലർച്ചെ 5:45 മുതൽ 8 മണി വരെയും വൈകുന്നേരം 6:30 ശേഷവുമാണ് ഈ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നേരിട്ട് പറയാൻ ഭക്തർക്ക് അവസരമുണ്ട്. അതും വലിയ ആശ്വാസമാണ് ഇവിടെ എത്തുന്നവർക്ക് നൽകുന്നത്. ക്ഷേത്രത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷതയാണല്ലോ നായകളുടെ സാന്നിധ്യം. ഭൈരവമൂർത്തിയായ മുത്തപ്പന്റെ വാഹനമായി നായയെ കണക്കാക്കുന്നതുകൊണ്ട് ക്ഷേത്ര കവാടത്തിൽ സ്ഥാപിച്ച നായകളുടെ ശില്പങ്ങൾ മുത്തപ്പന്റെ കാവൽക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. കരിച്ച ഉണക്കമീനും കള്ളും മുത്തപ്പന് നൈവേദ്യം. ഭക്തർക്ക് സൗജന്യമായി ചായയും പുഴുങ്ങിയ പയറും തേങ്ങാക്കൊത്തും കിട്ടും. എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും ജാതിമത ഭേദമന്യേ അന്നദാനം. ഇത് മുത്തപ്പന്റെ കരുണയുടെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ മകുട ഉദാഹരണമാണ്.
മുത്തപ്പന്റെ മടപ്പുരയാണ് പ്രധാന ആരാധനാ കേന്ദ്രം. ഇതിനോട് ചേർന്നുള്ള കഴകപ്പുരയിൽ ഭഗവതി, ധർമ്മദൈവങ്ങൾ, കുടിവീരൻ ദൈവങ്ങൾ എന്നിവരെയും കുടിയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി വയനാട്ട് കുലവൻ ദൈവത്തിന്റെയും വിഷ്ണുമൂർത്തിയുടെയും പള്ളിയറകളും പൊട്ടൻ ദൈവത്തിന്റെ പ്രത്യേക സങ്കല്പസ്ഥാനവും സ്ഥിതി ചെയ്യുന്നു. ഈ ആരാധനാലയങ്ങളെല്ലാം ചേർന്ന് പറശ്ശിനിക്കടവിനെ ഒരു ആത്മീയ കേന്ദ്രമാക്കി മാറ്റുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി മടയൻ എന്നാണ് അറിയപ്പെടുന്നത്. മരുമക്കത്തായ പ്രകാരം മടപ്പുര കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഈ സ്ഥാനം വഹിക്കുന്നത്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന പുത്തരി തിരുവപ്പന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഇത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. തുലാം 1 മുതൽ വൃശ്ചികം 15 വരെ, കർക്കിടകം, മകരം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിൽ, മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങളിൽ, ക്ഷേത്രത്തിലെ നിറദിവസത്തിൽ, ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ തെയ്യം കെട്ടിയാടാറില്ല. ഈ ക്ഷേത്രത്തിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പ്രാദേശിക സംസ്കാരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അത് വിമാനത്താവളത്തിൽ നിന്നായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും. കേരളത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഒരു പുണ്യകേന്ദ്രമാണ്. ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രാവിലെ തുടരുകയാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാനുള്ള സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ ന്യൂസ് 8ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചോദ്യദിന ആശംസകൾ നേരുകയാണ്. 3-ാം ഓണ ദിവസം ആയിരിക്കുകയാണ്. 2 ദിവസം ഇത്തവണ ചിത്രനാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് 3-ാം ഓണമായിരിക്കുന്നു, ചോദ്യദിനമായിരിക്കുന്നു. ഓണത്തോട് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ആ ഓണത്തിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്തപ്പൂക്കളത്തിന് ഇന്ന് ഒരു റൗണ്ട് കൂടി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ചോദ്യ ദിവസം അല്ലേ? 3-ാം റൗണ്ടിലേക്ക് ഇങ്ങനെ കടക്കുന്ന ഒരു ദിവസം. നമ്മൾ ഈ പരമ്പരാഗത രീതി അനുസരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചെമ്പരത്തിപ്പൂവ് അത്തപ്പൂക്കളത്തിന് ഭാഗമാകുന്നത് ഇന്നു മുതലാണ് എന്നതാണ് പഴമക്കാർ പറയുന്നത്. അതേപോലെ തന്നെ ഈ പണ്ട് കാലങ്ങളിലൊക്കെ പുത്തൻ ഉടുപ്പുകളും വീട്ടിലേക്കുള്ള പുതിയ സാധനങ്ങളും ഒക്കെ ഈ ചോദ്യ ദിവസമായിരുന്നു അത്രേ വാങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചോദ്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വലിപ്പം വർദ്ധിക്കുന്ന അത്തപ്പൂക്കളം പോലെ, നിറങ്ങൾ നിറയുന്ന അത്തപ്പൂക്കളം പോലെ എല്ലാവരുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിരോധനം തുടരുന്നു. മഴ ഒഴിഞ്ഞാൽ ഇന്നു മുതൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. വലിയ വാഹനങ്ങൾ ഉടനില്ല. കോഴിക്കോട് കളക്ടർ താമരശ്ശേരി ചുരം സന്ദർശിക്കും. കുറ്റ്യാടി ചുരത്തിലൂടെ ഗതാഗതം സാധാരണ നിലയിലാക്കും. പക്രംതളത്തിന് സമീപം ഇന്നലെയും മണ്ണിടിഞ്ഞു. ട്രംപിന്റെ തീരുവ യുദ്ധം പുതിയ ലോകക്രമത്തിന് സാഹചര്യമൊരുക്കുന്നു. ബ്രിക്സ് പോലുള്ള ബ്ലോക്കുകളെ ശാക്തീകരിക്കുമെന്ന് അമേരിക്കയിൽ നിന്നടക്കമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ. ഇന്ത്യ US തർക്കം പരിഹരിക്കാൻ ശ്രമമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ. അധിക തീരുവ ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കില്ലെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ. രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. CPM വിമത കലാരാജു UDF സ്ഥാനാർത്ഥി. UDF സ്വതന്ത്ര കൗൺസിലർ PG സുനിൽകുമാർ ഉപാധ്യക്ഷനായേക്കും. ഓണത്തിന് മലയാളിക്ക് സിനിമാ വിരുന്ന്. ഹൃദയപൂർവ്വത്തിനും ലോകയ്ക്കും ആദ്യ ദിനം നിറഞ്ഞ തിയേറ്റർ. ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര ഇന്ന് തിയേറ്ററിൽ. ദേശീയ സിനിമാ അവാർഡിൽ നിന്ന് ആടുജീവിതത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് റസൂൽ പൂക്കുട്ടി. ജൂറിക്കെതിരെ പൊട്ടിത്തെറിച്ച് പ്രതികരണം ന്യൂസ് 18നോട്. കാരണം രാഷ്ട്രീയം. കേരള സ്റ്റോറി മികച്ച ചിത്രമായി ജൂറിക്ക് തോന്നിക്കാണുമെന്നും റസൂൽ. 48ാമത് റിലയൻസ് വാർഷിക ജനറൽ ബോഡി ഇന്ന്. 44 ലക്ഷത്തിലധികം
ഓഹരി ഉടമകൾ ഓൺലൈനായി പങ്കെടുക്കും. മുകേഷ് അംബാനി ഓഹരി ഉടമകളെ അഭിസംബോധന ചെയ്യും. സുപ്രധാന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. അപ്പോൾ നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വാർത്തകളിലേക്ക് എത്തുമ്പോൾ മഴയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? പരക്കെ മഴയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ഇന്നും ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പുള്ളത്. കേരള കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് അടുത്ത 24 മണിക്കൂർ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. മഴ ഇന്നും കനക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. കേരളത്തിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കേരളത്തിൽ വടക്കൻ കേരളത്തിലാണ്, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിൽ ഇന്ന് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് ഉണ്ട്. ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ മുകളിൽ നിൽക്കുന്ന ന്യൂനമർദ്ദമാണ് അതിശക്തമായ മഴയ്ക്ക് കാരണം. അതുപോലെ കേരളത്തിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ 23% ഇത്തവണ ജൂൺ 1 മുതൽ തുടങ്ങിയ മഴ. അധികമായി മഴ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശ് അടക്കം, ജമ്മു കാശ്മീർ അടക്കം, പഞ്ചാബ് അടക്കം മിക്ക സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള മഴ ആണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് അതിശക്തമായ മഴയും മണ്ണിടിച്ചിലുമായി നോർത്ത് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള കാലാവസ്ഥാ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കുറവ് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആര്യ. അഭിലാഷ്, നമുക്കറിയാം നമ്മളിങ്ങനെ ഓണം ഷോപ്പിങ്ങും ഓണത്തിന്റെ തിരക്കുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി തിരുവോണം വരാൻ പോവുകയാണ്, അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലും മഴ ഇതേപോലെ തന്നെ ശക്തമായി നിൽക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? എന്താണ് വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പ്? എന്തെങ്കിലും ലഭ്യമാണോ? ആര്യ, സാധാരണഗതിയിൽ ഈ ഓണ സമയത്ത്, അതായത് ഈ അത്തം നടക്കുന്ന സമയത്തൊക്കെ മഴ ഉണ്ടാകാറുണ്ട്. രാവിലെ ഇപ്പോൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും രാവിലെ അത്തച്ചമയങ്ങൾ ഇടാറുണ്ട്. പല ക്ലബ്ബുകളും പൗരസമിതികളൊക്കെ ചേർന്നിട്ട് റോഡിലൊക്കെ ഇടുന്ന സമയത്ത് ഒരു വെളുപ്പിനും ഒക്കെ മഴയും ഒക്കെ സ്വാഭാവികമായിട്ട് കാലങ്ങളായി ഉണ്ടാവാറുള്ളതാണ്. ഇത്തവണയും അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല തിരുവനന്തപുരം ചാലക്കമ്പോളത്തിലൊക്കെ രാവിലെ മുതൽ പൂ വാങ്ങാനും അതുപോലെ പച്ചക്കറി വാങ്ങാനും ഒക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തുമ്പോൾ അവിടെ മഴ പെയ്യുന്നതൊക്കെ കച്ചവടക്കാർ അവരുടെ ആശങ്ക എല്ലാ കാലവും അറിയിക്കുന്നതാണ്. അത് ഇത്തവണയും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തവണ തെക്കൻ ജില്ലകളിൽ, കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും 9 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മീൻപിടുത്തക്കാരുടെ കാര്യത്തിലും ചെറിയ ആശങ്കയുണ്ട്. കാരണം അവർക്ക് വരുന്ന 24 മണിക്കൂറും മീൻ പിടിക്കാൻ കടലിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലും ലക്ഷദ്വീപിലും. കർണാടകയിൽ ഇന്നും നാളെയും മീൻ പിടിക്കാൻ പോകരുത്, കർണാടക തീരത്ത് ഇന്നും നാളെയും മീൻപിടുത്തത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശവും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഓണത്തിന് എല്ലാ തവണയും പോലെ ഇത്തവണയും മഴയുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആര്യ. തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ അതിശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ കാര്യമായിട്ടുള്ള മഴ ഇല്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. നമ്മളിപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവെ ഈ അത്തം സമയത്തൊക്കെ മഴ ഇങ്ങനെ കനക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവോണം അടുക്കുമ്പോഴത്തേക്കും മഴയൊക്കെ മാറി നിന്ന് കാലാവസ്ഥയൊക്കെ അനുകൂലമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നേരത്തെ ഇപ്പോൾ അഭിലാഷ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഈ ഉത്തരേന്ത്യയിലെ മഴയുടെ ഒരു സാഹചര്യം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇവിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. മഴ നാശം വിതച്ച ജമ്മു കശ്മീരിലടക്കം സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 43 പേരാണ് ജമ്മു കശ്മീരിൽ മഴക്കെടുതിയിൽ മരിച്ചത്. നിലവിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും 2 ആഴ്ച കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം. അവിടെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ, ഈ മഴ മൂലമുണ്ടായ ഒരു പ്രതികൂല സാഹചര്യം. അവിടെ ഈ ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരും, ഇനിയും തുടരും എന്നുള്ളതാണ് സാഹചര്യം. ഇന്നു മുതൽ പക്ഷേ ചെറിയ വാഹനങ്ങളെ കടത്തിവിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മഴ കുറയുന്ന സമയമാകുമ്പോൾ ഗതാഗതം പൂർണ്ണമായും അനുവദിക്കും. ഭാരവാഹനങ്ങൾ കുറ്റ്യാടി നാടുകാണി ചുരം വഴി പോകണമെന്നാണ് നിർദ്ദേശം. ചെറിയ വാഹനങ്ങൾ ഒരു വരിയായി കടത്തിവിടും. വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും വേഗത കുറച്ച് പോകണമെന്നുമുള്ളതാണ് നിർദ്ദേശം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ചുരത്തിൽ നിരീക്ഷണവും തുടരും. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ദേശീയ അവാർഡ് ജൂറിക്കെതിരെ പൊട്ടിത്തെറിച്ച് റസൂൽ പൂക്കുട്ടി. ആട് ജീവിതത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഒരു അവാർഡിലും പരിഗണിക്കരുത് എന്ന് ജൂറിയുടെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സ് മാത്രമാണ് ആട് ജീവിതത്തെ ഒഴിവാക്കാൻ കാരണം. കേരള സ്റ്റോറി എന്ന ചിത്രം മികച്ച ചിത്രമായി ജൂറിക്ക് തോന്നിക്കാണുമെന്നും റസൂൽ പൂക്കുട്ടി പരിഹസിച്ചു. അത് നിശ്ചയമായിട്ടും ആ സിനിമയെ മൊത്തത്തിൽ ഒഴിവാക്കിയതാണ്. അത് എവിഡൻ്റ് ആണല്ലോ. ഇവിടുന്ന് സൗത്ത് ഇന്ത്യൻ സെലക്ട് ചെയ്ത 6 സിനിമകൾ ആ സിനിമ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം, ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ആ സിനിമയെ യാതൊരു വിധത്തിലും പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഒരു നിശ്ചയമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സ്, ദാറ്റ് ഈസ് കോൾഡ് പൊളിറ്റിക്സ്. ആസ് ലോങ് ആസ് യുവർ നാഷണൽ റെക്കഗ്നിഷൻ ഈസ് അണ്ടർ ദ ഗവൺമെൻറ്, വിച്ച് എവർ ഈസ് ദ റൂളിംഗ് ഡിസ്പെൻസേഷൻ, ഇറ്റ്സ് ഗോയിങ് ടു ഡിസൈഡ്. അതിൽ നമ്മൾ എന്തുമാത്രം ഇൻഡിപെൻഡൻ്റ് ആയ ഡിസിഷൻ എടുക്കാൻ ഒരു ബോഡിയെ അനുവദിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നിങ്ങൾ എത്ര ലിബറലാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട, ഞങ്ങൾക്ക് ആളുകൾ വോട്ട് ചെയ്തു, ഞങ്ങളെ ജയിപ്പിച്ചു, 3-2 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഡെമോക്രസി അല്ലേ? നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമോ? വിൽ യു ലിസൺ ടു ദ ഡിസെൻറ്റ്? ഇല്ല, അറിയേണ്ട ആവശ്യമില്ല. അല്ലാതെ ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് ഒരു സിവിൽ സൊസൈറ്റി ഒരു ഡിസ്കോഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വരും. ഇല്ല, ഒരു ഹെൽത്തി നമ്മളൊരു അറിവി. ദർ ക്യാൻ ബി പൊളിറ്റിക്സ്, ദർ ക്യാൻ ബി അജണ്ട, ദർ ക്യാൻ ബി. അത് ഇലക്ഷൻ വരെ ഉള്ളൂ. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പിന്നെ നമ്മളെല്ലാവർക്കും കൂടെ ഉള്ള ഗവൺമെൻറ്റാണ്. അതിലാണ് എല്ലാവരുടെയും ശബ്ദങ്ങൾ കേട്ട് അനുസരിക്കാൻ എടുക്കാൻ പറ്റുന്ന കാര്യം എടുക്കുക. അതാണ് നല്ല ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, നല്ല ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പബ്ലിക് ഡിസ്കോഴ്സ് ചെയ്യുന്ന കാര്യമാണ്. ഐ ഹാവ് നോ കമൻറ്റ്സ്. നമ്മൾ ചെയ്ത സിനിമയാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. സിനിമ ഈസ് എ സബ്ജക്റ്റീവ് ആർട്ടല്ലേ, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ആർട്ട്. അപ്പോൾ അവർക്കങ്ങനെ തോന്നി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തോന്നി കേരള സ്റ്റോറി ഈസ് എ ബെസ്റ്റ് ഫിലിം, എന്ത് ചെയ്യാൻ പറ്റും? അതാണ്. അത് പബ്ലിക്കിൽ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാവും. കാര്യം ആ സിനിമ നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്, ആൾക്കാരെല്ലാം കാണുന്നുണ്ട്, അവർക്ക് എല്ലാവരും കണ്ടിട്ട് മനസ്സിലാവുമല്ലോ. അതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചോളം ആടുജീവിതം എന്ന സിനിമ ഒരു അതിജീവനത്തിൻ്റെ സിനിമയാണ്. ആ ഒരു സംഭവത്തെ നിങ്ങൾ നെഗേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോറക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളമാണ്. അതല്ല ഇവരാണ്. ഈ പോയി കിടക്കുന്ന നജീബുകളാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരെ നിങ്ങൾ നെഗേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നും. സിനിമ നാടകീയമായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസിഡർ ചെയ്തില്ല, അതൊക്കെ യുവർ സബ്ജക്റ്റീവ് തിങ്സ്. അതൊന്നും ഈ പ്രശ്നമേ. നമ്മൾ മോശം സിനിമയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ സിനിമയിൽ കൊള്ളത്തിലായിരിക്കാം, നമ്മുടെ സിനിമ ടെക്നിക്കൽ നല്ലതായിരിക്കത്തില്ല, നമ്മുടെ സിനിമ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല.
ഒരുപക്ഷെ ഡ്രാമ ഉണ്ടാകാം, അങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാമല്ലോ. അല്ല, ഓക്കെ, ഒന്നും എനിക്ക് വിഷയമല്ല. സൗണ്ട് മോശമായിരിക്കാം, ക്യാമറ മോശമായിരിക്കാം, മ്യൂസിക് ശരിയല്ല, ഒക്കെ ശരി. കോമ്പോസിഷൻ ഒന്നും കൊള്ളത്തില്ല, താറ കോമ്പോസിഷൻ. എ.ആർ. റഹ്മാനെ ചെയ്യാനേ അറിയത്തില്ല, റഫീഖ് അഹമ്മദിന് എഴുതാനും അറിയത്തില്ല, എല്ലാം സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം മാറ്റിവെക്കല്ലേ, ഇത്ര എനിക്ക് പറയാം. ഹരികൃഷ്ണനുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഇദ്ദേഹം വലിയ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. MS ഹരികൃഷ്ണൻ തന്നെ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. ഈ ദേശീയ അവാർഡ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വലിയ വിമർശനം, വിവാദം ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. ഓരോ മലയാളിയും ചോദിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി പറഞ്ഞത്. കാരണം ഇത്രത്തോളം മികച്ചു നിൽക്കുന്ന, നിലവാരം പുലർത്തുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഈ മത്സര വിഭാഗത്തിൽ ഉണ്ടായിട്ടും എങ്ങനെ തഴയപ്പെട്ടു? പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ആടുജീവിതത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ അതിൻ്റെ കഥ, അതിൻ്റെ സംവിധാനം, മാത്രമല്ല ഛായാഗ്രഹണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ഇനി ഏത് വിഭാഗം എടുത്തോട്ടെ, അഭിനയം എടുത്തോട്ടെ, ഏത് വിഭാഗം എടുത്താലും അത്രത്തോളം മികച്ചു നിന്നൊരു സിനിമ ഒരു കാറ്റഗറിയിൽ പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് എത്രത്തോളം വിഷമകരമാണ്. മലയാളികൾ എല്ലാവരും ആ ദുഃഖം രേഖപ്പെടുത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മളൊക്കെ നമ്മുടെ വിമർശനം ഉന്നയിച്ചതുമാണ്. നമുക്കറിയാം, നടി ഉർവശിയും വിജയരാഘവനും ഒക്കെ അവർ എന്തുകൊണ്ട് സഹനടിയും സഹനടനുമായി പോയി ഈ ഒരു മത്സര വിഭാഗത്തിൽ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ആടുജീവിതം എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നിപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് റസൂൽ പൂക്കുട്ടി, അല്ലേ? തീർച്ചയായും ആര്യ, കാരണം റസൂൽ പൂക്കുട്ടി ഇപ്പോൾ ഒരു ഓസ്കാർ ജേതാവ് ദേശീയ അവാർഡ് ജൂറിയെ വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. കാരണം അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്ത്, പ്രത്യേകിച്ച് തമിഴ്, കന്നഡ, തെലുഗു, അങ്ങനെ എല്ലാ സിനിമാ മേഖലയിലും തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന ഒരു സൗണ്ട് ഡിസൈനർ കൂടിയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചാണ്, അദ്ദേഹത്തിന് അറിവുള്ള കാര്യം വെച്ച് തന്നെയാണ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് 6 സിനിമകൾ ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. അവിടെ നിന്നും ആടുജീവിതത്തിന് ഒരു തരത്തിൽ പോലും, ഒരു കാറ്റഗറിയിൽ പോലും പരിഗണിക്കരുത് എന്ന് വ്യക്തമായ ധാരണ ജൂറിക്കുണ്ടായിരുന്നു എന്നുള്ളത് റസൂൽ പൂക്കുട്ടി തുറന്നു പറയുമ്പോഴേക്കും ഒരു സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ഒരു ആർട്ട് ഫോമിന് നേരിടേണ്ടി വരുന്ന ഒരു അവഗണന ചെറുതൊന്നുമല്ല. അതും റസൂൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും, അതനുസരിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിട്ട് പോലും ഫിലിം ജൂറിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണവും കൂടി റസൂൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണോ അവർ തീരുമാനിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മാറും. അത് തീരുമാനിക്കാൻ വേണ്ടി അവരൊരു ജൂറിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ജൂറി കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ സിനിമകളാണോ താല്പര്യമുള്ളത്, ഏതൊക്കെ വിഭാഗങ്ങളാണോ, ഏതൊക്കെ പടത്തിലാണോ അവാർഡ് കൊടുക്കേണ്ടത്, അതനുസരിച്ച് ഇവരങ്ങ് തീരുമാനിക്കുമെന്നുള്ള വ്യക്തമായ ധാരണ ആണ് റസൂൽ പറയുന്നത്. ഇത് ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫിലിം ജൂറി എന്നൊരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ പോലുമുള്ള അവകാശം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് റസൂൽ പറയുന്നത്, ഇത് കൃത്യമായ പോളിറ്റിക്സ് ആണ്, ഇത് കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആടുജീവിതം എന്ന സിനിമ ഒരു വിഭാഗത്തിൽ പോലും തിരഞ്ഞെടുക്കാത്തത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം സൗത്തിൽ നിന്ന് 6 സിനിമകളിൽ ഒന്ന് ആടുജീവിതം പോയെങ്കിൽ പിന്നെ എവിടെയാണ് അവിടെ ജൂറിയിൽ എത്തിയപ്പോഴേക്കും ഒരു വിഭാഗത്തിൽ പോലും ഈ സിനിമയ്ക്ക് ഒരു തരത്തിലും അവാർഡിനുള്ള നോമിനേഷൻ പോലും വരാത്തത് എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ചിത്രം തഴയപ്പെട്ടതെന്നൊരു ചോദ്യം ഈ ഫിലിം ജൂറി പ്രഖ്യാപിച്ച സമയത്ത് മുതൽ, ഈ അവാർഡ് പ്രഖ്യാപന നിമിഷം വരെ പലരുടെയും ഇടയിലുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. 2024 ചിത്രം റിലീസായെങ്കിൽ പോലും 2023 സെൻസർ ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് ഇത്തവണത്തെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് ഏതെങ്കിലും കാറ്റഗറിയിൽ അർഹമായിരുന്നു. പക്ഷേ ഒരു വിഭാഗത്തിൽ പോലും ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് മലയാളികളെ തെല്ലൊന്നുമല്ല ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടൽ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ എന്നതും കൂടി നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഉർവശിക്ക് ഉൾപ്പെടെ സഹനടി അവാർഡ് കിട്ടിയപ്പോൾ ഉർവശിയും പറഞ്ഞത് വാങ്ങുന്നത് തന്നിട്ട് പോകാൻ ഇത് പെൻഷൻ കാശൊന്നുമല്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായി താരങ്ങളെല്ലാവരും ഈ ഫിലിം ജൂറിക്കെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ റസൂൽ പറയുന്ന മറ്റൊരു കാര്യം, മികച്ച സംവിധായകനായിട്ട് സുദീപ് തോസനാണ്. ഇത് കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെയാണ് സുദീപ് തോസന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അത് വളരെ പരിഹാസത്തോടു കൂടി തന്നെയാണ് റസൂൽ സംസാരിക്കുന്നത്. ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണമെന്ന് ജൂറിക്ക് തോന്നിക്കാണും, നമുക്കെന്ത് ചെയ്യാൻ കഴിയും, ഇവർക്ക് A.R. റഹ്മാൻ സംഗീതം ചെയ്യുന്നില്ല എന്ന് പോലും പറയുന്ന ആളുകളാണ് എന്നതും പോലും റസൂൽ തുറന്ന് പറയുമ്പോഴേക്കും കൃത്യമായി ഇത് രാഷ്ട്രീയത്തിൻ്റെ അവാർഡ് മാത്രമായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മാറുന്നു എന്നുള്ളതും അതിനകത്ത് നിസ്സഹായരായി നിൽക്കുന്ന കലാകാരന്മാരുടെ അവസ്ഥയുമാണ് റസൂൽ തുറന്നു പറയുന്നത് എന്നതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആര്യ. കാരണം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സിനിമകൾക്കും അവാർഡ് കൊടുക്കുന്നത് എന്ന് പോലും ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നതോടൊപ്പം തന്നെ കൃത്യമായ ധാരണയോ
മറുപടിയോ ഒന്നും തന്നെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ജൂറിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇത്തവണത്തെ ജൂറിയിൽ പോലും വിമർശനങ്ങൾ ഈ സിനിമ കാണുന്ന പ്രേക്ഷകര് വലിയ ടെക്നീഷ്യൻസോ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന ആളുകളോ ഒന്നുമല്ല. സാധാരണ പ്രേക്ഷകർക്ക് പോലും തോന്നി പോവുകയാണ് ഇവരൊക്കെ ഈ ജൂറി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പല കാറ്റഗറിയിലും അവാർഡ് കൊടുത്തത് എന്നുള്ളത്. ഈ കേരള സ്റ്റോറിയുടെ കാര്യം പറയുമ്പോൾ ഒന്ന് സംവിധാനത്തിന് കൊടുത്തു, മറ്റൊന്ന് ഈ ഛായാഗ്രഹണത്തിന് കൊടുത്തപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ എത്രത്തോളം പരിഹാസ ട്രോളുകളും ചർച്ചകളും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത്. ഏത് പെർഫെക്ഷൻ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് വ്യത്യസ്തത കണ്ടിട്ടാണ് ഈ ഛായാഗ്രഹണത്തിനൊക്കെ ആ ചിത്രത്തിന് അവാർഡ് കൊടുത്തത് എന്ന തരത്തിലൊക്കെ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ സൈബറിടത്തിൽ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായും അത് ആ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുന്നൊരു ഘട്ടവും കൂടി ഉണ്ട്. ഇനി അവാർഡ് ദാന ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വീണ്ടും ഇത് ചർച്ചയാകുമെങ്കിൽ പോലും റസൂൽ പൂക്കുട്ടിയെ പോലൊരു ഓസ്കർ അവാർഡ് ജേതാവ്, ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് ഡിസൈനർ, ഇതുപോലുള്ളൊരു കൃത്യമായ ധാരണയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതൊരു വലിയ രീതിയിൽ തന്നെ ഇത് നേഷൻ വൈഡ് ഒട്ടാകെ ഒരു ചർച്ചയാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയ അവാർഡ് ജൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോഡിയെ തീരുമാനിക്കുമ്പോഴേക്കും അത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ സർക്കാരിന് ഇഷ്ടപ്പെട്ട കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട സിനിമകളോ അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കോ വേണ്ടി മാത്രം അവാർഡ് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു അവാർഡ് ജൂറി അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റി എന്നൊരു ചോദ്യം വളരെയധികം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നൊരു ഘട്ടത്തിലാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ റസൂലിനെ പോലൊരു വ്യക്തി കൃത്യമായി ഫിലിം ജൂറിക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് അത് വളരെ കൃത്യമായ വിമർശനവുമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഒക്കെ അവാർഡ് കൊടുത്തപ്പോഴേക്കും മലയാളികൾ പുച്ഛിച്ചാണ് ആ അവാർഡ് കാറ്റഗറിയെ പോലും കണ്ടത്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം മികച്ച സംവിധായകനായിട്ട് സുദീപ് തോസിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയ്ക്ക് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഒരു കഥകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കെട്ടുകഥകൾ അല്ലെങ്കിൽ ആരോ ഈ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കഥകൾക്ക് നാഷണൽ അവാർഡ് പോലൊരു അവാർഡ് കൊടുക്കുമ്പോഴേക്കും സ്വാഭാവികമായി മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇത് വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു പ്രൊപ്പഗാൻഡയും കൂടി അവാർഡിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആര്യ. കാരണം ഇതാണോ കേരളത്തിൽ നടക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും അവാർഡ് കൊടുത്തതോടുകൂടി വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇങ്ങനെയാണോ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ഇത് സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഫിലിം ജൂറി അവാർഡുകൾ നൽകുമ്പോഴേക്കും ഇതുപോലുള്ള കലാകാരന്മാർക്ക് അമർഷവും വിഷമവും ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. അവരുടെ വർക്കിന് അവരുടെ ആർട്ടിന് കൃത്യമായ രീതിയിലുള്ളൊരു പരിഗണന പോലും കിട്ടുന്നില്ല എന്നതോടൊപ്പം തഴയപ്പെടുകയാണ് എന്നുള്ളൊരു വലിയ കാര്യം കൂടിയുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഹരി ഇത് നേരത്തെ ഹരി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഒട്ടുക്ക് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് മികച്ച ഇത് സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ കലാകാരന്മാരായിക്കോട്ടെ ഈ കാറ്റഗറിയിലൊക്കെ ഈ അവാർഡ് പരിഗണിക്കുന്ന സമയത്ത് തഴയപ്പെട്ടു പോകുന്നു? ഈ ഒരു പ്രത്യേകമായ പ്രൊപ്പഗണ്ട സംസാരിക്കാത്ത ചിത്രങ്ങൾക്ക് അവാർഡ് കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കാത്ത കലാകാരന്മാർ അവാർഡിന് അർഹരല്ല എന്ന് പറഞ്ഞ് തഴയപ്പെടുന്നു. ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള അവാർഡ് നിർണയത്തിലെങ്കിലും അത്തരത്തിൽ ഉള്ള പാർഷ്യാലിറ്റികളൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തരത്തിൽ ശക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളത് അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഫിലിം ജൂറി അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ തന്നെ ഇതുപോലെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെങ്കിലും ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൂടെ എന്നുള്ളതാണ്. കാരണം അവർ ചിന്തിക്കുമ്പോഴേക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ദേശീയ അവാർഡിന് യാതൊരുവിധ വിലയും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ആര്യ. അതിന് കൃത്യമായ കാരണം പൊളിറ്റിക്സ് ആണ്. പണ്ട് ഒരു കാലഘട്ടത്ത് ഒരു ദേശീയ അവാർഡ്, ഒരു ഭാരതരത്ന അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നടനെ അല്ലെങ്കിൽ ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ ഇന്നതൊരു വെറും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രം മാറുകയാണ് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമ്മുടെ മുന്നിലുമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഈ അവാർഡിന്റെ മൂല്യം പോലും വളരെ താഴ്ന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തുന്നു. അത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ രീതിയിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാറ്റോഗ്രാഫിക്കോ സംവിധായകനോ അല്ലെങ്കിൽ മികച്ച ഒറിജിനൽ മ്യൂസിക്കിനായിട്ട് AR റഹ്മാനോ അല്ലെങ്കിൽ എഡിറ്ററായ ശ്രീകർ പ്രസാദിനോ ഏതെങ്കിലും വിഭാഗത്തിൽ അവാർഡ് കിട്ടുമെന്ന് മലയാളികൾ 101% ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഇത്തവണത്തെ നാഷണൽ അവാർഡിൽ ഒരു അവാർഡിനെ പോലും പരിഗണിക്കാതിരുന്ന ആടുജീവിതം വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിനുള്ളിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പരിഗണിക്കുന്ന സിനിമയാണ്.
തന്നെയാണ്. അതുകൊണ്ടാണ് ആടുജീവിതത്തിന് വരാത്തത്. ആടുജീവിതം അടുത്ത കൊല്ലത്തിൽ അവാർഡ് വരും എന്ന് പോലും ചിന്തിച്ചിരുന്ന മലയാളികളുണ്ടായിരുന്നു. കാരണം ഒരു വിഭാഗത്തിൽ പോലും ഈ ചിത്രത്തിന് അവാർഡില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ മലയാളികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. റസൂൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും വിമർശിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്ത സിനിമ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തുകയാണെന്ന് കരുതും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ളതും വ്യക്തമായിട്ട് മലയാളികൾക്ക് മുന്നിൽ അറിയാവുന്ന ഒരു കാര്യവും, ജൂറിയുടെ ഇടയിൽ നടക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജൂറിയായിട്ട് മാറുമ്പോൾ അത് കൃത്യമായി സംസാരിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുമാണ്. അതോടൊപ്പം തന്നെ കലാകാരന്മാർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ എവിടെ എന്നൊരു വലിയ ചോദ്യവും കൂടി നിലനിൽക്കുകയാണ്. തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ദേശീയ അവാർഡ് നിർണയ ജൂറിക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് റസൂൽ പൂക്കുട്ടി. ആടുജീവിതം തഴയപ്പെട്ടത് കൃത്യമായ പൊളിറ്റിക്സ് കാരണം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സിനിമ വാർത്തിച്ച് പറയുന്നത് അത് തന്നെയാണ്, തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ചില ഓണവിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും വാർത്തകളിലേക്കുമാണ് പോകുന്നത്. ഇന്ന് ചോദ്യം. ഓണക്കാലം അടയാളപ്പെടുത്തുന്നവരാണ് ഓണത്തപ്പന്മാർ അല്ലേ? കളിമണ്ണിൽ കുഴച്ചെടുക്കുന്ന ഓണത്തപ്പന്മാർക്കുള്ള ഭംഗിയൊന്നും മരം കൊണ്ടുള്ള രൂപങ്ങൾക്കില്ല. ഓണക്കാലം അതുകൊണ്ട് തന്നെ മൺപാത്ര നിർമ്മാണം ഉപജീവന മാർഗമാക്കിയവർക്ക് ആശ്വാസകാലം കൂടിയാണ്. പ്രതിസന്ധികളിൽ ഉഴലുന്ന ഈ മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഓണക്കാലത്തെ കാണുന്നത്. ഓണക്കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മാദേവരുടെ രൂപങ്ങൾ. ഓണത്തപ്പനെന്നും മാദേവരെന്നൊക്കെയാണ് അറിയപ്പെടുക. അത് കളിമണ്ണിലാണ് ഉണ്ടാക്കുക. പണ്ടൊക്കെ വീട്ടിൽ ഓരോരുത്തരും സ്വന്തമായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഓണക്കാലം ആകുമ്പോൾ ഇത് ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് ഇതൊരു കച്ചവടത്തിൻ്റെ സമയം കൂടിയാണ്. നമ്മളുള്ളതിപ്പോൾ വേങ്ങരയിലാണ്. ചിന്നേട്ടൻ കാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഇത് ചെയ്യുന്ന ആളാണ്. നമുക്ക് ചിന്നേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇതിപ്പോൾ കളിമണ്ണുകൊണ്ടാണ് പൂർണ്ണമായിട്ട്? കളിമണ്ണാണ്. മണ്ണ് കുമ്പിടിന്ന് കൊണ്ടുവരണം. ഉള്ളോട് മണ്ണിന് 10-22,000 റുപ്യ ആവും. അത് കൊടുത്തിട്ട് ഉണ്ടാക്കാണ് ഞാൻ. എത്ര സമയം എടുക്കും ഒരു മാദേവര ഉണ്ടാക്കാൻ? എങ്ങനെയായാലും ഒരു മണിക്കൂറോളം ആകും. ഇത് കുഴച്ച് ഇതിൽ കറക്കിയിട്ട് കുഴച്ചിട്ട്. ഇത് എന്തൊക്കെയാ ഇതിന്റെ പ്രത്യേകത? അതായത് ഇതിന്റെ സാധാരണഗതിയിൽ മണ്ണ് മാത്രം ഉള്ളിലും കൂടി മണ്ണ് നിറയ്ക്കുന്ന പോലത്തെ മാദേവന്മാരുണ്ടാവും. ഇത് അങ്ങനെയല്ല അല്ലേ? ഇത് മണ്ണില്ല. അയ്യോ, മണ്ണ് നിറയ്ക്കൂല. ഇത് ഉള്ളു പൊല്ലാണ്. കനം കുറയും. മണ്ണും കുറയും കുറച്ച്. അപ്പോ കുറെ കാലം കേടുകൂടാതിരിക്കുവോ? എടുത്തു വെച്ചാലുണ്ട് 5 കൊല്ലം 6 കൊല്ലം. അതാണ് ഞമ്മക്കത് ചെലവില്ലാത്തത്. ഇത് വേണ്ടത് ഒഴിവാക്കണം. ഒഴിവാക്കിയാലേ ഞമ്മക്ക് ഇത് പോവുള്ളൂ. ഒരാൾ ഒരു കൊല്ലം വാങ്ങിച്ചപ്പോ അടുത്ത കൊല്ലം വാങ്ങിക്കില്ല ചുരുക്കം. വാങ്ങൂല. അതാണ് എടുത്തു വെക്കാണ്. ഇത് ഒരു ദിവസം എത്ര ഉണ്ടാക്കും ഇപ്പൊ? എങ്ങനെയായാലും ഒരു 5-6. അപ്പോ ഓണത്തിന് വളരെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ 2-3 മാസം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ. ഇത് മാദേവരാണ് ഉണ്ടാക്കണത്. അവിടെ ഇരിക്കണതൊക്കെ ഓണത്തപ്പന്മാരുടെ അല്ലേ? അതന്നെ. അത് വിൽക്കാൻ കൊണ്ടുപോകും. ഇനിയിപ്പോ എങ്ങനെയത് ചുട്ടെടുക്കുവോ? എങ്ങനെയാ? ചുടലില്ല. ചുടണ്ട. ഫസ്റ്റിൽ ചുട്ടിരുന്നു. പിന്നെ ചുടരണ്ടെന്ന് പറഞ്ഞു. ചുട്ടാല അപ്പന്റെ കോലം പോകുന്ന പറഞ്ഞു. ഉണക്കിയെടുക്കാം. വെയിലുണ്ടാവും. വെയിലത്ത് വെച്ച് ഉറക്കിയെടുക്കും. പിന്നെ അതിൽ കളർ തേക്കും. പിന്നെ അതിന് കാവ്യോ എന്തെങ്കിലും. ഇപ്പൊ ഈ കാണുന്നതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതായിരിക്കും അല്ലേ? എങ്ങനെയാ ഇപ്പൊ മാർക്കറ്റിൽ ഇതിന്റെയൊക്കെ ഒരു വിലയൊക്കെ? വില കമ്മിയാണ് ഇപ്പോ. ഭയങ്കര പണിയാണ്. അതാണ്. എന്നാലും ഒരു മാദേവർക്ക് എത്ര രൂപ? ഞാൻ വെക്കല കഴിഞ്ഞൊല്ലൊക്കെ വിറ്റിരുന്നു 500 രൂപ 3 ഒരു സെറ്റിന്. കൊല്ലം 600 കിട്ടിയാലും ഒക്കൂല. എന്നാലും മുതലാവൂലേ? അധ്വാനത്തിന്റെ മണ്ണിന്റെ അതും പണിയാ ഭയങ്കര. ഞാൻ പോയാലൊക്കെ പോയി. ഇത് ഉണ്ടാകുന്ന മട്ടില്ല. മക്കളൊക്കെ അത് ചെയ്യുന്നുണ്ടോ? മക്കളോ ഒരാളുണ്ട്. ഒരു മോള് മരിച്ചുപോയി. കിഡ്നി 2 മാറ്റി വെച്ചു. ഓള് 9 കൊല്ലം നിന്നു. മോനാണ് കിഡ്നി കൊടുത്തത്. പിന്നെ ഓനോപ്പർ ഓപ്പറേഷൻ ചെയ്ത ആളാ. കച്ചവടം മലപ്പുറത്ത് കലക്ട്രേറ്റില് കവടത്തലാണ്. പിന്നെ വേങ്ങരും വെക്കും. പിന്നെ കോട്ടയ്ക്കലും. ശരിക്കും പൂരാടത്തിന് മുമ്പാണല്ലോ ഏറ്റവും കൂടുതൽ കച്ചവടം. അതന്നെ. ഇതൊക്കെ ഇപ്പൊ കൊണ്ടുപോകാൻ വെച്ചല്ലേ? കൊണ്ടുപോകാൻ വെച്ചാണ്. വിൽക്കഞ്ഞാല് ഇങ്ങനെ അടുത്ത് കൊല്ല ചെലവാകുള്ളൂ. വിൽക്കഞ്ഞാല് ആളുകൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടോ? വാങ്ങുന്നവരുണ്ടോ? കുട്ടികൾക്കൊക്കെ ഇതാണ്. വലിയവരൊക്കെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മരത്തിന്റെ മാവിലേക്ക് ഉണ്ടല്ലോ. മരത്തിന്റെ ഒന്നും പറ്റൂലല്ലോ. മണ്ണ് തന്നെ വേണ്ട. പണ്ട് തന്നെ മുൻകാലത്ത് പറഞ്ഞു വെച്ചത് മണ്ണാണല്ലോ.
ആ മണ്ണിൽ പണ്ടൊക്കെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഈ പണ്ടത്തെ രൂപം വലിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും നിർമ്മാണത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടാക്കണേ അല്ല കുറച്ച് നന്നായി വരുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൽ കറക്കിയിട്ടാണ് ഉണ്ടാക്കുക അല്ലേ? ആ കറക്കിയിട്ട് അങ്ങനെയല്ല. പണ്ട് അങ്ങനെ ആ കൈ ഉണ്ടല്ലോ അടിച്ചടിച്ച് മണ്ണ് അപ്പൊ കനം കൂടും, മണ്ണ് കൂടുതലാവും, മണ്ണ് നിറയ്ക്കേണ്ടി മണ്ണ് നിറയ്ക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട. ഇതിപ്പോ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുന്നത് അതേപോലെ ആവുമ്പോൾ എത്ര ദിവസം എടുക്കും? അവൻ 2-3 സെറ്റ് ഉണ്ടാക്കാം ഒരു ദിവസം. നല്ല പണി ഇങ്ങനെ. എന്താണ് ഇത്തവണ ഓണത്തെ വിപണിയുടെ ഒരു പ്രതീക്ഷ? ആൾക്കാർ ഒരുപാട് വാങ്ങിക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വാങ്ങി മലപ്പുറത്ത് അങ്ങനെ ആവോ, ഇനി എങ്ങനെയാണാവോ. മഴയൊക്കെ പ്രശ്നമാവോ? ആ മഴയാണ്, ഇന്ന് പോയിട്ടില്ലല്ലോ. മഴ ആയതുകൊണ്ട് ഭയങ്കര ഇതാണ്. ജീവിക്കണ്ടേ, അതന്നെ. വീടില്ല, ഇതിൽ നിന്നിരുന്ന 6 കൊല്ലം 18 വീട് വീണു. പിന്നെ എല്ലാരും കൂടി, പിന്നെ പഞ്ചായത്തിൽ നിന്ന് നല്ല ചെറുപ്പ് കിട്ടി, എല്ലാരും കൂടി സഹായം കൊണ്ട്. ശരിക്കും നമുക്ക് ഈ ഓണക്കാലം പ്രതീക്ഷയുള്ള സമയമാണ്. അതന്നെ, പ്രതീക്ഷയാണ്. കച്ചവടത്തിന്റെ എന്തെങ്കിലും എല്ലാരും വാങ്ങിയാലേ ഉള്ളു നമുക്കത് മുന്നോട്ട് പോകല്. ഇതിൽ മുന്നോട്ട് പോകില്ല, ഇന്നോട്ട് കഴിയൂല. ഇത് എല്ലാരും വാങ്ങിക്കൊണ്ടുപോയാല് അടുത്ത കൊല്ലം. അതന്നെ. അതാണ് ചിന്നേട്ടന് പറയാനുള്ളത്. ഇത് മരത്തിന്റെ പോലെയല്ല, മാവേലി രൂപം അതിന്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. 3 എണ്ണത്തിന്റെ ഒരു സെറ്റായിട്ടാണ് വിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഉണ്ടാക്കി വെച്ചതൊക്കെ. അതൊക്കെ വളരെ ഭാരം കുറഞ്ഞതാണ് മറ്റേതിനെയൊക്കെ അപേക്ഷിച്ച്. പണ്ടത്തെ ഇതിലൊക്കെ ആണെങ്കിൽ ഉള്ളിലും കൂടി മണ്ണ് നിറയ്ക്കുമ്പോൾ നല്ല ഭാരമുണ്ട്. അത് താരതമ്യേന ഭാരം കുറഞ്ഞതാണ്. അതാണ് ഈ ഓണത്തിൻ്റെ ഒരു പ്രതീക്ഷകൾ ഈ ഒരു മേഖലയിലുള്ള ഒരു പങ്ക് വയ്ക്കുന്നത്. മഴ, അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയാണ് എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഓണക്കാലം നല്ലൊരു വിപണിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ നേട്ടം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവരൊക്കെ. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഈ ഓണക്കാലത്ത് മലയാളികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത് വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവാണല്ലേ. ഈ വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് കാരണം ഈ വറുത്ത ഉപ്പേരിക്കും വലിയ വില തന്നെയാണ്, വിപണിയെ പൊള്ളിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരിക്ക് മലപ്പുറത്ത് വില കിലോയ്ക്ക് 400 രൂപയാണ്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലാണ് വറുത്തതെങ്കിൽ 120 രൂപ കുറയും. ഓണസദ്യയിൽ വറുത്തപ്പേരി ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. ഈ ഭാഗത്തൊക്കെ, മലപ്പുറം ഭാഗത്തൊക്കെ വറുത്തപ്പേരി എന്ന് പറയും. തെക്കൻ ഭാഗത്തതിന് ചിപ്സ് എന്ന് പറയും. വാഴയ്ക്ക കൊണ്ടുള്ള, ഏത്തപ്പഴം കൊണ്ടുള്ള അല്ലെങ്കിൽ ഏത്തക്ക കൊണ്ടുള്ള വിഭവം. ഇപ്പോൾ വെളിച്ചെണ്ണ വില വർധനവാണ് ഇത് നിർമ്മാതാക്കളെയൊക്കെ തന്നെ ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറാക്കുന്ന ജോലിയാണ് എല്ലായിടത്തും പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഒരു ചിപ്സ് നിർമ്മാണശാലയിലാണ്, പരി ചിപ്സ്. അപ്പോൾ ഇവർ അതിൻ്റെ ഒരു തിരക്കിലാണ്. എങ്ങനെയാണ് ഈ ചിപ്സിൻ്റെ നിർമ്മാണം മാറ്റി ഉപ്പേരിയിലാവൂലേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക്? ഇനി അതെ, ഇനി കുറച്ച് ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് അതിൻ്റെതായ വറുത്തുപ്പേരി, ശർക്കരപ്പേരി ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിപ്സ് കച്ചവടം ഉണ്ട്, എന്നാലും മറ്റുള്ള വറുത്തുപ്പേരി, ശർക്കരപ്പേരിയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇത് നടക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണ വെളിച്ചെണ്ണ വില വർധനവ്? ഇത്തിരി പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുറഞ്ഞൊരു പ്രതിസന്ധിയിലാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഇതിൽ പോകുന്നുണ്ട്. പഴയ കാലത്തെക്കാട്ട് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് കച്ചവടത്തിലൊക്കെ ആയിട്ട്. എന്നാലും വലിയൊരു മാറ്റില്ല. കിലോക്ക് വെളിച്ചെണ്ണക്ക് ചിപ്സ് വറുത്തുപ്പേരിക്ക് 400 രൂപയാണ്. ഓയിലാവുമ്പോൾ 280 രൂപ, 100 രൂപയുടെ വ്യത്യാസം കാണുന്നുണ്ട്. ശർക്കരക്ക് 380 ആണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തോട് വല്ല മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതാണ് ഉപ്പേരി കഴിഞ്ഞിടത്തേക്കാളും വില കൂടിയല്ലേ ഇപ്പോൾ? അതെ, വെളിച്ചെണ്ണക്ക് വില കൂടി, പഴത്തിനും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടമൊക്കെ? എങ്ങനെ പുറത്തേക്ക് പോകാറില്ല ഇവിടുന്ന് കച്ചവട സാധനങ്ങളൊക്കെ? പുറത്തേക്ക് അങ്ങനെ നമ്മുടെ മലപ്പുറം നമ്മളെ ഷോപ്പിലും തേക്കുന്നത്, പിന്നെ ഇവിടെ ചില്ലറ കച്ചവടങ്ങൾ മാത്രമേ. നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നിർമ്മാണം അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ആദ്യം കായ 4 ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞളും കലർത്തിയ, അല്ലെ ഉപ്പും മഞ്ഞളും അല്ലേ ഇതിലുണ്ടാവുക? എത്ര നേരം ഇട്ട് വെക്കുന്നതില്? ഇല്ലേ? അതില് ഈ ഉപ്പും മഞ്ഞളും കലർത്തിയ വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കഴുകിയിട്ട് അത് നേരെ, ഇത് വെളിച്ചെണ്ണയാണല്ലേ? വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇടുകയാണ്. കായ അങ്ങനെ മൊരിഞ്ഞ് പൊന്തുവാണ്. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിൽ ഇത്തവണ ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെയാ
തരാറുണ്ട്. കഴിഞ്ഞ ഒന്നുമില്ലല്ലോ, ഓണപരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ എത്ര ഓട് വറക്കും ഒരു ദിവസം? എങ്ങനെയാണ് കണക്ക്? എത്ര കിലോ? അങ്ങനത്തെ ഇതില്ല. ഇവിടെ വിൽപ്പനുള്ള ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇത് ഉണ്ടാക്കുന്നുള്ളൂ, പുറമെ കൊടുക്കുന്നില്ല. ആൾക്കാർ ഓർഡർ ചെയ്യാണോ? ഒന്നിച്ച് ഓർഡർ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? അത് ചെറിയ പരിപാടികൾക്കൊക്കെ സ്കൂൾക്ക് ഇങ്ങനെ നമ്മൾ 1/2 കിലോ 1 കിലോ ഒക്കെ ആയിട്ടും ലൂസായിട്ടും കൊടുക്കും. ഇവിടെ നമുക്ക് കാണാം ഉപ്പേരി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് എണ്ണ വാരാൻ വെച്ചാൽ അല്ലേ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഓണത്തിൻ്റെ വിഭവങ്ങളിലെ ഏറ്റവും പ്രധാനിയുടെ നിർമ്മാണശാലയിലെ ഒരുക്കങ്ങളൊക്കെ. വിലവർദ്ധനവ്, അത് വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് നേരിട്ട് ബാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ഉപ്പേരി നിർമ്മാണശാലകളൊക്കെ. എന്നാൽ എന്നാൽ തന്നെയും വലിയ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായിട്ടില്ല. അപ്പോഴും ആളുകൾക്ക് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്: വെളിച്ചെണ്ണയിൽ വറുത്തതും പാം ഓയിൽ വറുത്തതും. ഏത് വേണമെന്ന് തീരുമാനിക്കാനും സാധിക്കും. ആണെങ്കിലും ഓണവിപണിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കച്ചവടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവരൊക്കെ പങ്കുവെക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾ കാണും മുമ്പ് ഒരു ചെറിയ ഇടവേള. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്രയും ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 ഇടവേളകളില്ലാതെ തത്സമയം തുടക്കം തൊട്ട് ഒടുക്കം വരെ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്രയും ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യക്ക് 50% തീരുവ ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം പുതിയ ലോക വ്യാപാര ക്രമത്തിന് വഴിവെക്കുന്നു. നടപടി ബ്രിക്സ് പോലുള്ള ബ്ലോക്കുകളെ ശാക്തീകരിക്കുമെന്ന് US സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ത്യയും US തമ്മിൽ നിലവിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധിക തീരുവ ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കില്ലെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. MG മിഥുൻ അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരും. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നമുക്കറിയാം, ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്ന അമേരിക്കൻ പ്രസിഡന്റ്, പ്രത്യേകിച്ച് ഈ തീരുവ കൊണ്ടൊക്കെ മറ്റ് ലോക രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാമെന്നുള്ള മനക്കോട്ടയൊക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് കെട്ടുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള 50% തീരുവ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, വ്യാപാര ക്രമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തീർത്തും അനീതിയാണ്, ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അത്തരം നീക്കങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ തണലിൽ അല്ലെങ്കിൽ അവർ നിർണയിക്കുന്ന ചില നിയമങ്ങൾക്കും തീരുമാനങ്ങൾക്കും
അധീനപ്പെട്ട് കഴിയേണ്ട ആവശ്യമില്ല, സ്വന്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാമെന്നുള്ള ആലോചന ബ്രിക്സ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ ശക്തമായി നടന്നിരുന്നു എന്നുള്ളതാണ് അതിന് ഉച്ചകോടിക്ക് ശേഷം വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ച കാര്യം. അതായത് പുതിയൊരു ലോകക്രമം അത് രൂപപ്പെട്ടു വരുന്നതിൻ്റെ സാധ്യതകൾ അത് എത്രത്തോളം സജീവമാണ്, ഈ ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മിഥുൻ. ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ പുതിയൊരു ലോകക്രമം മാറി മറിഞ്ഞു വരുന്നതിൻ്റെ ഒരു സാധ്യതകൾ അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് മേൽ ഇത്രയും അധിക തീരുവ ചുമത്തുന്നതിനിടെ ഒരു തലോടൽ എന്ന രീതിയിൽ ചൈനയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള ആ താരിഫ് അതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ അധിക തീരുവ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ചില മേഖലയെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള ആശങ്കകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവസാനഘട്ട ശ്രമം എന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ഒരു തരത്തിലും US മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിക്കുന്നതിന്റെ സൂചന തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ അദ്ദേഹം ഈ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത അത് വ്യക്തമായ സൂചന നൽകുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഇന്ത്യ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അതേസമയം ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിലൂടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2.5-3 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് കാരണം അത് ഇന്ത്യയാണ്, ഇന്ത്യ തുടങ്ങി വെച്ചിട്ടുള്ള യുദ്ധമാണ് എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുംപിടുത്തം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷേ ഇന്ത്യയും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കിയാൽ ഒരു കാരണവശാലും ട്രംപിന് ഇപ്പോഴുള്ള യുദ്ധം തുറന്നുകൊണ്ടു പോകാൻ സാധിക്കില്ല. അതിന് പണം വേണം. ആ പണം ലഭ്യമാകുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് ഒഴിവാക്കിയാൽ ഈ താനെ പുടിൻ പത്തി മടക്കി ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ US പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. എന്തായാലും നിലപാട് ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ മറ്റൊരു മുന്നറിയിപ്പുകൾ കൂടി ഈ ഒരു രംഗത്തുള്ള ശാസ്ത്രജ്ഞരും ഒപ്പം തന്നെ വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഒരു ബ്രിക്സ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അതൊരു സമാന്തരമായ രീതിയിലേക്ക് മറ്റൊരു വലിയ ശക്തിയായി മാറുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് വിദഗ്ധർ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ സമ്മർദ്ദം തുടർന്നാൽ മറ്റ് രീതി അല്ലെങ്കിൽ യുഎസിന് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ തങ്ങളുടെ വ്യാപാരം കൂടുതൽ ശക്തമാക്കുന്നുള്ള ശ്രമം അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഊർജിതമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയ പോലെ തന്നെ ഇന്ത്യ അതേ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് യുഎസിനെ തന്നെ ആകുമെന്നുള്ള ഒരു അഭിപ്രായമാണ് പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഉള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതേ ആശങ്ക യുഎസിനുമുണ്ട്. എന്നിരുന്നാൽ പോലും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതായത് ഇന്ത്യയോട് ഒരേ സമയം ഈ തീരുമാനത്തിൽ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറയുന്ന ഇടയിൽ തന്നെയാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും ഒപ്പം തന്നെ പ്രകൃതി വാതകവും ഖനനം ചെയ്യാനുള്ള ഊർജ്ജ കയറ്റുമതി സുഗമമാക്കുന്നതിനുള്ള ഇടപാടുകൾക്ക് ട്രംപ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് ഈ റഷ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള സഖാലിൻ 1 എന്ന എണ്ണവാതക പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇതിൽ നിന്നാണ് ഒരു പദ്ധതി തയ്യാറാക്കാൻ ട്രംപ് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ജപ്പാനും ഇത്തരത്തിൽ ഈ ഇന്ത്യക്കൊപ്പം ഇതിൽ പങ്കാളികളായിരുന്നു നേരത്തെ. പിന്നീട് ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തത്. ഇത്തരത്തിൽ ഒരു വശത്ത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നതിനിടയിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിൽ എത്രത്തോളം
യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും US പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നപ്പോൾ അങ്ങനെയുള്ള വ്യാപാരങ്ങൾ നടക്കുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ മാത്രമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രതികരണം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാശ്ചാത്യ സഖ്യങ്ങളെക്കാൾ വിജയകരമായിട്ടുള്ള ഒരു സംവിധാനമായി ബ്രിക്സ് മാറുമെന്നുള്ളൊരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ സന്ദർശനങ്ങൾ എന്നുള്ളതാണ്. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു കാര്യം കൂടിയുണ്ട്, മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജപ്പാനിലെത്തിയിരിക്കുകയാണ്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ടിയാൻജിനിൽ നടക്കുന്ന SCOയുടെ 25ാമത് കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മിഥുൻ, ഈ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചകളും വിഷയങ്ങളും പുരോഗമിക്കുന്നതിനിടയിലുള്ള ഈ സന്ദർശനത്തെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം? ആര്യ, തീർച്ചയായും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ജപ്പാനിൽ സന്ദർശനം നടത്തുകയാണ് അദ്ദേഹം. ഇന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പേ അദ്ദേഹം ടോക്കിയോയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. പരമ്പരാഗത രീതിയിൽ അവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ ജനതയെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഇന്ത്യയുടെ തനതായ കലകൾ ഒക്കെ അദ്ദേഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ വലിയ പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കുകയും ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ജാപ്പനീസ് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. ഷിഗേരു ഇഷിബയ്ക്കൊപ്പം അദ്ദേഹം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ നമുക്കറിയാം, ഏറെ നാളത്തെ ബന്ധമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത്. വലിയ സൗഹൃദമാണ്. പക്ഷേ 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജപ്പാൻ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിൽ നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, ഒപ്പം തന്നെ സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ മേഖലയിൽ സഹകരണം ചർച്ച ചെയ്യും. അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്യും. അതിനു മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക രംഗത്തെ പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യൻ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടക്കുന്ന ഈ താരിഫ് യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ സന്ദർശനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതിനെയാണ്. അതിനിടയിൽ ഇന്നലെ അദ്ദേഹം ഈ ജപ്പാനിൽ നിന്നുള്ള പ്രതിനിധി US സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. അതായത് US-മായി 550 ബില്യന്റെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത ഒരു വ്യാപാര കരാറിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നു. അതിൽ ഒപ്പിടുന്നതിന് വേണ്ടി ജാപ്പനീസ് പ്രതിനിധി അവിടേക്ക് യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേളയിൽ ആ യാത്ര ജാപ്പനീസ് പ്രതിനിധി അല്ലെങ്കിൽ ജപ്പാൻ അത് ഒഴിവാക്കിയിരിക്കുന്നുള്ള ഒരു സുപ്രധാന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഭരണതലത്തിൽ കൂടുതൽ കൂടിയാലോചന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ നടത്താനിരിക്കുന്ന യാത്ര മാറ്റിവെച്ചിരിക്കുന്ന ഒരു വിശദീകരണമാണ് നൽകുന്നതെങ്കിൽ പോലും തന്നെ അതൊരിക്കലും ഇപ്പോഴുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് അത് ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിപ്പിക്കപ്പെടേണ്ടി വരും. അതായത് നേരത്തെ പല രാജ്യങ്ങൾക്കും മേൽ വലിയ രീതിയിലുള്ള തീരുവ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ജപ്പാന് മേലും അമേരിക്ക വലിയ തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത് 15% കുറയ്ക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തായിരുന്നു ഈ $550 ബില്യൺ ചില സാമ്പത്തിക കരാറുകൾ ഒപ്പിടാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപം നടത്താമെന്നുള്ള വാഗ്ദാനം ജാപ്പനീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അതിനാണ് ഇപ്പോൾ തടയിടുകയും ചെയ്തിരിക്കുന്നത്. അതൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേൽ ഉണ്ടായിരിക്കുന്ന ഈ നടപടി, പാശ്ചാത്യ രാജ്യങ്ങൾ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രംപ് നടപ്പിലാക്കിയിരിക്കുന്ന ഈ തീരുവ യുദ്ധത്തിന്റെ മറ്റൊരു ചേരി അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടി കണക്കാക്കുകയും ചെയ്യും. എന്തായാലും ഇതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ചൈനയിലേക്ക് പോകും. ചൈനയിൽ ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഷി ജിൻപിങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ്
നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയും ചെയ്ത് അവിടെ വ്ളാഡിമിർ പുടിനും സന്ദർശനത്തിന് ഒപ്പമുണ്ടാകും. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തു. അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മറ്റൊരു ലോകക്രമത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 48ാമത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. വെർച്വൽ രീതിയിൽ നടക്കുന്ന യോഗത്തിൽ 44 ലക്ഷത്തിലധികം ഓഹരി ഉടമകൾ പങ്കെടുക്കും. ചെയർമാൻ മുകേഷ് അംബാനിയിൽ നിന്ന് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വാണിജ്യ ലോകം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. CPM വിമത കൗൺസിലർ കലാരാജുവാണ് UDF സ്ഥാനാർത്ഥി. ഈ മാസം ആദ്യം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കലാരാജു അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതോടെ LDFന് നഗരസഭാ ഭരണം നഷ്ടമായി. അവിശ്വാസത്തിനൊപ്പം നിന്ന UDF സ്വതന്ത്ര കൗൺസിലർ PG സുനിൽകുമാറിനെയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ക്രൈംബ്രാഞ്ച് റേഞ്ച് ഡിവൈഎസ്പി C ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും. രാഹുലിനെതിരെ മാധ്യമങ്ങളുടെ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യം ശേഖരിക്കും. ഗർഭഛിദ്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്നും മൊഴിയെടുക്കും. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ പ്രതികരിച്ചു എന്ന വാർത്തയ്ക്കെതിരെ പോലീസിൽ പരാതി. വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈൽ വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടക്കുന്നതെന്നാണ് ആരോപണം. കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് പരാതി നൽകിയത്. വിഷയത്തിലെ ഡിജിറ്റൽ തെളിവുകളും സൈബർ സെല്ലിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരസ്യ പ്രതിഷേധത്തിന് പരാതിക്കാരി. തിരുവനന്തപുരം DMO ഓഫീസിലെത്തിയാകും കുടുംബം പ്രതിഷേധിക്കുക. യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയതിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. ട്യൂബ് കുടുങ്ങിയതിനാൽ കാര്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ സുമയ്യയുടെ തൈറോയ്ഡ് ശസ്ത്രക്രിയ നടന്നത്. ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശസ്ത്രക്രിയയ്ക്കിടെ രക്തവും മരുന്നും നൽകാൻ ഉപയോഗിക്കുന്ന ട്യൂബ് കുടുങ്ങിയതായി കണ്ടെത്തിയത്. പിഴവ് ഡോക്ടർ സമ്മതിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്ത് അതീവ സുരക്ഷാ സ്ഥാപനത്തിൽ നിന്ന് ബംഗ്ലാദേശി പൗരനെ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ബ്രഹ്മോസിൽ നിന്നാണ് ബംഗ്ലാദേശി പൗരനെ കണ്ടെത്തിയത്. കരാർ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ദേശീയ ഏജൻസികൾ അടക്കമാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പർ. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18.
ഇടവേളകളില്ലാതെ തത്സമയം തുടക്കം തൊട്ട് ഒടുക്കം വരെ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പറാടാ, സൂപ്പർ. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 ഇടവേളകളില്ലാതെ തത്സമയം തുടക്കം തൊട്ട് ഒടുക്കം വരെ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പറാടാ, സൂപ്പർ. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 ഇടവേളകളില്ലാതെ തത്സമയം തുടക്കം തൊട്ട് ഒടുക്കം വരെ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും വാർത്തകളിലേക്ക്. കേരളത്തെ ആഗോള നൈപുണ്യ ഹബ്ബാക്കി മാറ്റാനുള്ള ബൃഹത് പദ്ധതി സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന് ഇന്ന് തുടക്കമാകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് കൊച്ചി ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമിതി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയാണ് സ്കിൽ കേരളം ഗ്ലോബൽ സമ്മിറ്റ് 2025 സർക്കാർ ലക്ഷ്യമിടുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ 1 ലക്ഷം വിദ്യാർത്ഥികൾക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം, തൊഴിൽ, ഭാവിയിലെ നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ആഗോളതലത്തിലുള്ള ചർച്ചകൾക്ക് അന്താരാഷ്ട്ര ഉച്ചകോടി വേദിയൊരുക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളിൽ 1 ലക്ഷം പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി ഉറപ്പുവരുത്താൻ അവരുടെ സ്കില്ല് അപ്സ്കില്ല് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആക്കുക, കസ്റ്റമൈസ് ചെയ്യുക, ഈ കാഴ്ചപ്പാടോടുകൂടി ഈ സമ്മിറ്റ് സംഘടിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നതെന്ന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്. ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ സംരംഭകരുണ്ട്. പലരും വലിയ കമ്പനി മേധാവികളായിരിക്കും. അവർക്ക് അവരുടെ കമ്പനികളിലെ ഈ കോളേജിന് വേണ്ടി സമാഹരിക്കാൻ പറ്റും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അധ്യക്ഷയാകുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കർണാടക നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ശ്രീശരൺ പ്രകാശ് മുഖ്യാതിഥിയാകും. മന്ത്രിമാരായ P. രാജീവ്, V. ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹൈബിയുടെ MP, KJ വിനോദ് MLA, മേയർ അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമാകും. മന്ത്രിമാരായ KN ബാലഗോപാൽ, MP രാജേഷ്, OR കേളു, മുതിർന്ന ഉദ്യോഗസ്ഥർ, കേരളത്തിലെ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സമിറ്റിലെ വിവിധ ചർച്ചകളുടെ ഭാഗമാകും. 6 വേദികളിൽ 57 പാനലുകളിലായി
233 വിദഗ്ധർ പങ്കെടുക്കും. കേരളത്തിലെ 100-ലേറെ കോളേജുകൾ തങ്ങളുടെ നൈപുണ്യ വികസന പരിപാടിയെക്കുറിച്ചുള്ള മാതൃകകൾ അവതരിപ്പിക്കും. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഉച്ചകോടിയിൽ 2000 പേർ നേരിട്ടും 1,00,000 പേർ ഓൺലൈനായും പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. ഇതേ കടയിലേക്ക് തന്നെയാണ് മുൻപും വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 5 അപകടങ്ങളാണ് അലിമുക്ക് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഉണ്ടായത്. എല്ലാ അപകടങ്ങളും A1 ചിപ്പ് സെന്റർ എന്ന കടയിലേക്ക് ഇടിച്ചു കയറി സംഭവിച്ചതാണെന്നത് ശ്രദ്ധേയമാണ്. അച്ചൻകോവിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടങ്ങളുടെ കേന്ദ്രം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് കടയിൽ പുതിയ ഉപകരണങ്ങൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പുതിയ അപകടം. ഈ കാർ വന്ന് കയറി എനിക്കുള്ള ചിപ്സ് അടിക്കുന്ന മെഷീനും കുഴയ്ക്കുന്ന മെഷീനും മറ്റൊരുപാട് സാധനങ്ങൾ 1.5-2 ലക്ഷം രൂപയോളം മുടക്കി ഞാൻ ഫാബ്രിക്കേഷൻ ഇപ്പോൾ ചെയ്തു തരുന്നതായിരുന്നു. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം. 2 പ്രാവശ്യം വണ്ടി കയറിയപ്പോൾ രാഷ്ട്രീയക്കാരെ മറ്റുള്ളവരെ സ്വാധീനിച്ച് അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒരു നഷ്ടപരിഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഇത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എനിക്കുള്ള നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും തന്നതിന് ശേഷമേ ഈ വണ്ടി എടുത്തുകൊണ്ട് പറ്റും. സാധാരണ വളവുകളിൽ ശ്രദ്ധിക്കേണ്ട ശാസ്ത്രീയത ഇവിടെ പാലിച്ചിട്ടില്ലെന്ന് റോഡ് നിർമ്മാണ സമയത്ത് തന്നെ ആരോപണമുയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന നിലയിലാണ് ഇവിടെ അപകടങ്ങൾ പെരുകുന്നതും. റോഡ് സൈഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കാത്തത് പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട്. ഈ റോഡ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 1 വർഷത്തിലുള്ള 5 അപകടമാണ് ഈ സഹോദരങ്ങളുടെ കടയുടെ മുന്നിലുണ്ടായത്. 5 അപകടം. ഇതെല്ലാം ഉണ്ടായത് രാത്രിയിലാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ റോഡ് നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവ്, അതല്ല അശാസ്ത്രീയതയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി ഉണ്ടായതാണ് പ്രദേശത്തെ അവസാന അപകടം. ഇതിൽ ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം A1 ചിപ്പ് സെന്റർ എന്ന കടയിൽ സംഭവിച്ചു. കട പഴയതുപോലെയാക്കി തന്നാൽ മാത്രമേ അപകടമുണ്ടാക്കിയ വാഹനം വിട്ടുകൊടുക്കൂ എന്ന നിലപാടിലാണ് കടയുടമ. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. ക്രമസമാധാന പാലനത്തിന് ആവശ്യത്തിന് പോലീസുകാരില്ലെന്ന പരാതിയുമുണ്ട്. നിലവിൽ 933 പേരുടെ സംരക്ഷണത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതാണ് ശരാശരി കണക്ക്. കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ 14 ലക്ഷത്തിലേറെ. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാകട്ടെ 1500 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം. ശരാശരി 933 പേർക്ക് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കണക്ക്. പൗരൻ പോലീസ് അനുപാതം 500 പേർക്ക് ഒരു പോലീസ് എന്നതാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. നിലവിലെ കണക്കിൽ ഇത് ഇരട്ടിയാണ്. ജില്ലയിൽ കുറഞ്ഞത് 2800 പോലീസ് ഓഫീസർമാരുടെ സേവനം വേണമെന്നതാണ് നിർദ്ദേശം. 70 സബ് ഇൻസ്പെക്ടർമാർ വേണ്ടെടുത്ത് 50 പേരാണ് ഇപ്പോഴുള്ളത്. അനുവദനീയമായ വനിതാ പോലീസ് ഇൻസ്പെക്ടർമാരുടെയും 35 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 111 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചെങ്കിലും ഇതിൽ 76 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. 2 വനിതാ ഇൻസ്പെക്ടർമാരുടെയും 5 വനിതാ സബ് ഇൻസ്പെക്ടർമാരുടെയും കസേരകളും ഒഴിഞ്ഞു തന്നെ. വനിതാ പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും ഇൻസ്പെക്ടർ ഇല്ലാതായിട്ട് 1 വർഷം പിന്നിട്ടു. 1991 ബാച്ച് വിരമിച്ച ശേഷം സംസ്ഥാനത്താകെ വനിതാ ഇൻസ്പെക്ടർ ഇല്ലെന്നതാണ് നിലവിലെ അവസ്ഥ. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർക്കാണ് ഇൻസ്പെക്ടറുടെ ചുമതല. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ കടലോരമുള്ള ജില്ലയിൽ ബോട്ട് റാങ്ക് ഡ്രൈവറായി സ്ഥിരം നിയമനവുമില്ല. താൽക്കാലിക നിയമനമാണ് പതിവ്. ലഹരി ഉപയോഗം, ലഹരി കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായുള്ള അക്രമം, കവർച്ച, അസ്വാഭാവിക മരണം, ഗാർഹിക പീഡനം തുടങ്ങി ഒട്ടേറെ കേസുകളാണ് ദിവസവും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 മാർച്ച് വരെ മാത്രം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ FIR ഇട്ട കേസുകളുടെ എണ്ണം 79,889 നിരവധി പരാതികളാണ് ഒത്തുതീർപ്പാക്കാറുള്ളത്. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും ക്രമസമാധാന പാലനത്തിനും കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തസ്തിക സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല വിവരശേഖരണം ഉടൻ ആരംഭിക്കും. സമുദ്രമേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സമുദ്ര ആവാസ വ്യവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കണ്ടെത്തുകയാണ് ഈ സർവേയുടെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച ദേശീയ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. സമുദ്രമേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയുകയാണ് ഓഷൻ അക്കൗണ്ട് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന സർവേയുടെ ലക്ഷ്യം.
കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമുദ്രമേഖലയിൽ ഈ സർവേ സംഘടിപ്പിക്കുന്നത്. ഈ ശില്പശാലയിൽ മേൽ സൂചിപ്പിച്ച സംസ്ഥാന തലത്തിൽ വിവരശേഖരണത്തിനുള്ള നയ രൂപീകരണം നടത്തുക എന്നതാണ് വിഷയം. രാജ്യത്ത് 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 70 പ്രതിനിധികളും ഈ മേഖലയിലെ വിദഗ്ധരുമാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പാണ് ഈ ശില്പശാലയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ സൗരഭ് ഗാർഗ് IAS, സംസ്ഥാന ചീഫ് സെക്രട്ടറി ജയതിലക് IAS തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ശില്പശാലയിൽ അവതരിപ്പിക്കും. സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഈ സർവേ മുതൽക്കൂട്ടാകുമെന്ന് കരുതപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൂന്നാറിൽ വിവിധയിടങ്ങളിൽ നീലക്കുറിഞ്ഞി പൂത്തു. മാട്ടുപ്പെട്ടി റോഡിലെ ചില ഭാഗങ്ങളും ഗ്രാംസ് ലാൻഡ് എസ്റ്റേറ്റിലുമാണ് പൂക്കൾ പൂത്തത്. സഞ്ചാരികളുടെ ഒഴുക്ക് ഇതോടെ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ച് മേഖല. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന അപൂർവ ഇനം നീലക്കുറിഞ്ഞി 2018-ലാണ് മൂന്നാറിൽ അവസാനമായി പൂവിട്ടത്. കൊളുക്കുമലയിൽ വ്യാപകമായും ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായ രാജമലയിലുമായിരുന്നു പൂക്കൾ കാണാൻ സാധിച്ചത്. അന്ന് ആയിരക്കണക്കിന് സഞ്ചാരികൾ മൂന്നാറിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അടുത്തതായി 2030-ലാണ് കുറിഞ്ഞി പൂക്കാനുള്ള സാധ്യത. അതിനിടയിലാണ് സഞ്ചാരികളിൽ പ്രതീക്ഷയുണർത്തി മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി പോകുന്ന വഴിയിലെ ചിലയിടങ്ങളിലും ഗ്രാംസ് ലാൻഡ് എസ്റ്റേറ്റിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നീലക്കുറിഞ്ഞി പൂത്തത്. നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിടുന്നതിന് മുൻപായി ഒറ്റപ്പെട്ടയിടങ്ങളിൽ പൂക്കുന്നത് പതിവാണ്. 2018-ൽ നീലക്കുറിഞ്ഞി വസന്തം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രളയം കാരണം എണ്ണം നന്നേ കുറവായിരുന്നു. വീണ്ടും ഒരു ടൂറിസം സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കെ കുറിഞ്ഞിപ്പൂക്കളുടെ വരവിന്റെ ആകാംക്ഷയിലാണ് ഹൈറേഞ്ച് മേഖല. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ ഇനി നമ്മൾ രാവിലെയിൽ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. വെഞ്ഞാറമൂട് പുല്ലമ്പാറ സ്വദേശികളായ ശ്യാമിന്റെയും ഗീതുവിന്റെയും 3ാം വിവാഹ വാർഷികമാണിന്ന്. വെമ്പായത്ത് നിന്ന് അപ്പൂസും ആമിയുമാണ് ആശംസകൾ നേരുന്നത്. അപ്പോൾ ശ്യാമിനും ഗീതുവിനും ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ആനിവേഴ്സറി. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ അരുൺ പാലോടിന്റെയും സജിത്രയുടെയും മകൾ അവന്തികയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ആമി മോൾ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അവന്തിക കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി പോലീസ് പെട്രോൾ കാണാം.